ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സുഖമില്ലാത്തതുകൊണ്ട് വോയിസിനൊക്കെ വ്യത്യാസമുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. എന്ന് ഞാൻ ആട്ടിൻ്റെ തലയിട്ടാണ് വന്നിട്ടോ, തലേൻ്റെ റെസിപ്പിയാണ്. അതാ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കുക്കർ വെക്കുക. 4 ടേബിൾ സ്പൂൺ ഇഞ്ചി 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് നന്നായി മൂത്ത് വരുമ്പോൾ വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ പിന്നെ ചെറിയുള്ളി ഒരു 10 ഉപ്പ് ചെറിയുള്ളി കഴുകി വൃത്തിയാക്കിയത്, പിന്നെ 2 സവാള ചെറിയതാക്കിയത് മുറിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. ഈ ഇതെല്ലാം കൂടെ മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്ന് ശേഷം അതിലേക്ക് പിന്നെ 4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. അങ്ങനെ 8 ടേബിൾ സ്പൂണോളം ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ 8 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത്, പിന്നെ ഗരം മസാല 1 ടേബിൾ സ്പൂണ്. എന്നിട്ട് ഈ തല അതിൽ ഇട്ട് കൊടുക്കുക. കണ്ണ് കണ്ടില്ലേ തലേൻ്റെ, ഈ തല ഇട്ട് കൊടുക്കുക. അതിൽ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് നമ്മൾ ചുടുവെള്ളം തിളപ്പിച്ച് ഒഴിച്ച് കൊടുക്കണേ ഇതിന് മേലെ. അതിന് ശേഷം കുക്കർ നന്നായിട്ട് മൂടി വെക്കുക. അപ്പോൾ ഇളക്കാൻ പറ്റുന്നില്ലായിരുന്നു, കുക്കറിൽ ഫുള്ളായിരുന്നു. അങ്ങനെ മേടിച്ചിട്ട് നന്നായി വിസിലടിച്ചെന്നുണ്ട് പിന്നെ ഓഫാക്കി കൊടുക്കുക. 3 വിസിലടിച്ചിട്ട് ഓഫാക്കിയിടുക. അതിന് ശേഷം ഇതിലേക്ക് മസാല ഒക്കെ കുറവാണോ നോക്കുക നമ്മൾ. അതിന് ശേഷം വീണ്ടും മസാല ഇട്ട് കൊടുക്കുക. അങ്ങനെ പിന്നെ 4 ടേബിൾ സ്പൂൺ വീണ്ടും ഞാൻ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത് സെറ്റ് കറക്റ്റ് പാകമായത്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെടാൻ നല്ല രസമുള്ള റെസിപ്പിയാണ്, കറിയാണ്. ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, പിന്നെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, മറക്കെ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. നല്ല രസമുള്ള അടിപൊളി ടേസ്റ്റിലുള്ള കറിയാണ് ഇത്. പൊറാട്ടയ്ക്ക് കുബൂസിലേക്ക് നല്ല കുറിയൊരു കറിയായിരുന്നു കേട്ടോ. ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണ്ട. ഇതിലേക്ക് തീരെ മുളകും പൊടി ചേർക്കരുത് കേട്ടോ, കുരുമുളക് പൊടി മാത്രമേ